നേപ്പാളിൽ യുവജന പ്രക്ഷോഭം രൂക്ഷമായി തുടരുന്നു. പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി രാജിവെച്ചു. ശർമ്മയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. പ്രക്ഷോഭം ആളിക്കത്തിയ നേപ്പാളിൽ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ് സൈന്യം. അതേസമയം രാജിക്ക് പിന്നാലെ പ്രതിഷേധക്കാർ പാർലമെന്റ് മന്ദിരത്തിന് തീയിട്ടു. നേതാക്കൾക്ക് സൈന്യം സുരക്ഷ ഒരുക്കും. വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നുണ്ട്. രഞ്ജിൽ, നേപ്പാളിൽ യുവജന പ്രക്ഷോഭം രൂക്ഷമായി തുടരുകയാണ്. പ്രധാനമന്ത്രിയായ കെ.പി. ശർമ്മ ഒലി രാജിവെച്ചിട്ടും പ്രക്ഷോഭം ഇപ്പോഴും തുടരുകയാണ്. നിലവിലെ സ്ഥിതിഗതികൾ എങ്ങനെയാണ്? കൂടുതൽ വിവരങ്ങൾ. കാർത്തു, പ്രധാനമന്ത്രി ശർമ്മ ഒലി രാജിവെച്ചതിന് പിന്നാലെയും പ്രക്ഷോഭത്തിന് ഒരു അവസാനം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും പ്രക്ഷോഭം തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ മുൻ പ്രധാനമന്ത്രിക്കും ധനമന്ത്രിക്കും എതിരെയൊക്കെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പ്രക്ഷോഭക്കാർ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഷേർ ബഹദൂർ ദേവുബയുടെ വീട്ടിൽ ആക്രമണം നടത്തി. അതുപോലെ തന്നെ ധനമന്ത്രി പൗഡേലിന് നേരെയും ആക്രമണം നടത്തിയിരുന്നു. ഇവരുടെ നിലവിലെ അവസ്ഥ കുറച്ച് ഗുരുതരമാണ്. പ്രക്ഷോഭക്കാർ ആക്രമിച്ചു കയറി ഔദ്യോഗിക വസതിയിലേക്ക് ആക്രമിച്ചു കയറുകയായിരുന്നു. പാർലമെന്റ് മന്ദിരത്തിനും ഇത്തരത്തിൽ പ്രക്ഷോഭകർ തീയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി, മറ്റ് മന്ത്രിമാരടക്കമുള്ളവരുടെ ഔദ്യോഗിക വസതിക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ തുടങ്ങിയ ഒരു പ്രക്ഷോഭം ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും പ്രക്ഷോഭക്കാരുടെ ആവശ്യമായിരുന്നു പ്രധാനമന്ത്രി രാജിവെക്കണം എന്നുള്ളത്. ആ ആവശ്യം എന്തായാലും നിലവിൽ നടന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി രാജിവെച്ചിട്ടുണ്ട്. പക്ഷേ പ്രധാനമന്ത്രി രാജിവെച്ചതിന് തൊട്ട് പിന്നാലെ ഈ തെരുവുകളിൽ ആഘോഷ പ്രകടനമായിരുന്നു പ്രക്ഷോഭകരുടെ നേതൃത്വത്തിൽ അരങ്ങേറിയത്. പ്രക്ഷോഭകർ ആഘോഷ പ്രകടനം നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പ്രക്ഷോഭം, അതായത് ഈ ഒരു സാമൂഹ്യ മാധ്യമ വിലക്കിനെതിരെ നടത്തിയ ഒരു പ്രക്ഷോഭം ഈ ഒരു വിലക്ക് പിൻവലിച്ചതിന് ശേഷവും തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു സർക്കാർ ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യരല്ല എന്നാണ് പ്രക്ഷോഭകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു സർക്കാരിൻ്റെ പല മന്ത്രിമാർക്കെതിരെയും അഴിമതി ആരോപണങ്ങളുണ്ടെന്നും അതൊക്കെ തന്നെ പുറത്തു വരണം, അതുകൊണ്ട് തന്നെ ഇവരൊന്നും യോഗ്യരല്ല എന്ന് പ്രക്ഷോഭകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ നേപ്പാളിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെയും, അതായത് നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരെയും കോൺഗ്രസ് പാർട്ടിയുടെയും ഔദ്യോഗിക മന്ദിരത്തിലൊക്കെ തന്നെ ഇത്തരത്തിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. മന്ദിരത്തിൽ കയറി കൊടികളൊക്കെ കത്തിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു ആക്രമണത്തിൽ 20ഓളം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 400ഓളം പേർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പ്രക്ഷോഭത്തിന് പിന്നാലെ സൈന്യം ഈ ഒരു നേപ്പാളിലെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ്. സൈന്യം ഇത്തരത്തിൽ അധികാരികൾക്ക്, അതായത് മന്ത്രിമാർക്കടക്കം സുരക്ഷ ഉറപ്പാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു പ്രധാനമന്ത്രി രാജിക്ക് പിന്നാലെ കാഠ്മണ്ഡു വിട്ടിരിക്കുന്നു. അദ്ദേഹത്തെ സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നും ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. എന്തായാലും പ്രക്ഷോഭത്തിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിക്ക് രാജിവെക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. നിലവിൽ പ്രക്ഷോഭം ഇപ്പോഴും ശമിപ്പിക്കാനായിട്ടില്ല, ആളിക്കത്തുകയാണ്. ഇനി എത്തരത്തിലായിരിക്കും സൈന്യം ഇതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാം നോക്കുന്നത്. എന്തായാലും നിലവിൽ 20 പേരാണ് ഈ ഒരു പ്രക്ഷോഭത്തിൽ മരിച്ചിരിക്കുന്നത്. സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ മരിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾ അടക്കമുള്ള യുവജനങ്ങളാണ് ഇത്തരത്തിൽ പ്രക്ഷോഭത്തിൽ മുന്നിട്ടിറങ്ങിയിരുന്നത്. എന്തായാലും നിലവിൽ 20 പേര് മരിച്ചിട്ടുണ്ട്. 400ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രധാനമന്ത്രി രാജിവെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. നേപ്പാളിൽ ഇപ്പോൾ രാഷ്ട്രീയ അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഇനി സൈന്യത്തിൻ്റെ ഒരു നിയന്ത്രണത്തിലായിരിക്കും നേപ്പാളിലെ സാഹചര്യമൊക്കെ ഉള്ളത്. ഇതിനിടയിൽ നേപ്പാളിൽ കുടുങ്ങിയ മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവരുടെ സ്ഥാനത്ത് തന്നെ തുടരുക എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്ന വിവരം. അതായത് തലസ്ഥാനങ്ങളിൽ തുടരുക, യാതൊരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക, സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം മാത്രം പുറത്തേക്ക് ഇറങ്ങുക എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും വരുന്നത്. അതേപോലെ തന്നെ എല്ലാ ഇന്ത്യക്കാർക്കുമായി ഇപ്പോൾ ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെടാം. ഏതെങ്കിലും സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ നമ്പറിൽ ബന്ധപ്പെടാമെന്നാണ് ഇപ്പോൾ ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രക്ഷോഭം തുടരുന്ന സാഹചര്യത്തിൽ പുറത്തേക്ക് ഇറങ്ങരുത് എന്നൊരു നിർദ്ദേശമാണ് ഇന്ത്യൻ എംബസിയും മുന്നോട്ട് വയ്ക്കുന്നത്. യാതൊരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങരുത്. അത്തരത്തിൽ എന്തെങ്കിലും സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ആ ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെടുകയോ ചെയ്യണം എന്നൊരു നിർദ്ദേശവും പുറപ്പെടുവിക്കുന്നുണ്ട്. ശരി, നേപ്പാളിൽ ഇപ്പോഴും യുവജന പ്രക്ഷോഭം രൂക്ഷമായി തുടരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രധാനമന്ത്രി അടക്കം രാജിവെച്ച പശ്ചാത്തലത്തിലും പ്രക്ഷോഭത്തിന് യാതൊരു ശമനവും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. രഞ്ജിൽ രാജാണ് വിവരങ്ങൾ നൽകിയത്.